അപ്പോൾ നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അലക്സ് സാർ നിങ്ങൾക്ക് ഓൾറെഡി വൺ ഷോട്ടിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്റ്റാറുകളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഈ ഒരു ഡെറിവേഷൻ പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോകാൻ പാടില്ല. വേറെ ഒന്നുമല്ല, ഒരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൈപോൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ എന്ന് നമ്മൾ പറയും. ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ രണ്ട് സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആക്സിയൽ പോയിന്റ് ആണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ഡെറിവേഷൻസ് നമ്മൾ ചെയ്യാൻ പോവാണ് രണ്ട് വീഡിയോസ് ആയിട്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഇൻ ആക്സിയൽ പോയിന്റ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണ്, ഒരു ഡൈപോളിനെ നമ്മൾ അടിപൊളിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു -q ആൻഡ് +q ചാർജസ് ഉണ്ട്, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. സാധാരണയായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് 2a എന്നാണ് എടുക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സെന്ററിൽ നിന്ന് നോക്കാം. ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്. അപ്പോൾ ഇതിന്റെ തൊട്ട് നടുക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനൊരു ഒറിജിൻ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. എന്താ പറയാൻ പറ്റുക? ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് നോക്കുക. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എയും, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? എയും ആക്കി നമുക്ക് എടുക്കാം. റെഡി ആണല്ലോ. ഇനി ആക്സിയൽ പോയിന്റിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ആക്സിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എവിടെ നിന്നതാ ഈ ഒരു പോയിന്റ്, അതായത് നമ്മളുടെ ഡൈപോൾ കിടക്കുന്ന അതേ ആക്സിസിൽ കിടക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ ആക്സിയൽ പോയിന്റ് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. റെഡി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്ററിൽ നിന്നും 6 ഡിസ്റ്റൻസ് അപ്പുറത്താണ് ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുക. അതായത് ഇവിടെ ഞാൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അതിന്റെ ഒറിജിനിൽ നിന്നും അഥവാ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും 6 ഡിസ്റ്റൻസ് അപ്പുറത്ത് ആക്സിയൽ പോയിന്റിലുള്ള പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും അറിയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ചാർജസ് ആണുള്ളത്. ഈ 2 ചാർജസും ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണെന്ന് മിസ്സിന് അറിയാം. ഒന്നുമില്ല, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ +q എന്ന് പറയുന്നത് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും നമുക്കറിയാം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എവേ ഫ്രം ദ ചാർജ് ആണ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ ഈ +q എന്ന് പറയുമ്പോൾ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും അല്ലെ. അപ്പൊ എവേ ഫ്രം ദ ചാർജ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇങ്ങോട്ടേക്ക് ആയിരിക്കും ഉണ്ടാവുക. സോ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എന്താണ്? +q. റെഡി, ക്ലിയർ ആണല്ലോ. ഇനി നമ്മളുടെ -q ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും നമുക്കറിയാം. -q ആണെങ്കിൽ ടുവേർഡ്സ് ദ ചാർജ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ടുവേർഡ്സ് ദ ചാർജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ടേക്കാണ്? ഇപ്പുറത്തോട്ടേക്കാണ് വരിക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നേരത്തെ അത്രയും വലിപ്പം ഉണ്ടാവുമോ ഇലക്ട്രിക് ഫീൽഡ്? അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് കുറച്ച് ചെറിയ വെക്ടർ ആയിട്ടാണ് അല്ലെ മിസ് വരച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് എൻ്റെ കുട്ടികൾ ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം ഈ +q എന്ന് പറയുന്ന ചാർജ് പി എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് അടുത്താണ്. അപ്പൊ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. ആൻഡ് -q എന്ന് പറയുന്നത് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വളരെ ദൂരെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ ഈ -q കൊണ്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കുറച്ച് കുറവായിരിക്കും ആണല്ലോ. അപ്പൊ ഇതാ ഇങ്ങനെ നമ്മൾ എങ്ങനെ എഴുതി? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q. അതുകൊണ്ടാണ് ഇവിടെ ചെറുതാക്കി എഴുതിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിന്റെ നെറ്റ് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും ഉണ്ടാവുക? ഇങ്ങോട്ടേക്ക് വലിയ വെക്റ്റർ, ഇങ്ങോട്ടേക്ക് ചെറിയ വെക്റ്റർ ആണ്. സോ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് അങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ ഈ ആക്സിയൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കണം. റെഡി ആണല്ലോ. ഇനി നമുക്ക് ഓരോ പോയിന്റിലെ ടോട്ടൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ആക്സിയൽ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +q ചാർജ് എഴുതാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +q ചാർജ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? kq ഡിവൈഡഡ് ബൈ r² ആണ് അല്ലേ. അപ്പൊ നോക്കുക, kന് ഞാൻ അങ്ങനെ തന്നെ എഴുതി, ചാർജ് q ആണ്. ഇനി r എന്ന് പറയുന്നത് എന്താ? ആ ചാർജും ആ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി നോക്കുക, ഈ +q ചാർജിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ +q ചാർജിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇത് ഇത്രയാണ് അല്ലേ. ഇവിടെ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു വേറെ കളർ എടുക്കാം. ഈ +qൽ നിന്ന് ഇത്രയും ചാർജാണ്, ഇത്രയും ഡിസ്റ്റൻസ് ചാർജ് എന്ന് പറയുന്നത്, ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്.
അല്ലേ? ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. നോക്കാം. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? 6 ആണ് അല്ലേ? നമുക്ക് ഇത്രയും ദൂരമാണ് വേണ്ടത്. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം 6 ആണ്. അതിൽ നിന്നും ഈ എ എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടില്ലേ? സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ആയിട്ടുള്ള 6ൽ നിന്നും ഈ എ കുറച്ചാൽ മതി. ദാറ്റ് ഈസ് R മൈനസ് എ ആണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? R മൈനസ് എ ദി ഹോൾ സ്ക്വയർ. ഇനി എങ്ങോട്ടേക്കാണ് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്? എങ്ങോട്ടേക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദാ ഇങ്ങോട്ടേക്കാണ് അല്ലേ? ദാറ്റ് ഈസ് ടുവേർഡ്സ് റൈറ്റ് ആണ് അല്ലേ? ടുവേർഡ്സ് റൈറ്റ് എന്ന് നമുക്ക് പറയാം. സോ ഞാനിവിടെ റൈറ്റ് എന്ന് എഴുതി വെക്കാൻ പോവാണ്. ഓക്കെ, ടുവേർഡ്സ് റൈറ്റ് ആണ് ഇതിന്റെ ഡയറക്ഷൻ. ക്ലിയർ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതേപോലെ മൈനസ് ക്യൂവിൻ്റെ എഴുതണം അല്ലേ? മൈനസ് ക്യൂ ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇതേപോലെ തന്നെ കെ ഉണ്ട്, ക്യൂ ഉണ്ട്. ഇനി അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നിങ്ങൾ നോക്കുക, ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ദാ ഈ ഒരു ക്യൂ തൊട്ടിട്ട് ദാ ഇത്രയും ഈ പോയിന്റ് പി വരെയുള്ള ഡിസ്റ്റൻസ് വേണം അല്ലേ? ഇത്രയും ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇനി നോക്കിക്കേ, ദാ ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 6 ആണ്. ആൻഡ് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എ ആണ്. സോ ദിസ് വിൽ ബി R പ്ലസ് എ അല്ലേ മക്കളെ? ദിസ് വിൽ ബി R പ്ലസ് എ ആണ്. അപ്പം ഞാനിവിടെ എന്ത് കൊടുത്തു? R പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. R പ്ലസ് എ ദി ഹോൾ സ്ക്വയർ ആണ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് ആലോചിച്ച് നോക്കുക. മൈനസ് ക്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ് അല്ലേ? അപ്പം നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് എന്ന് എഴുതാം. റെഡി? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ഈ ആക്സിയൽ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആക്സിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് വരുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ദാറ്റ് ഈസ് ഇ ഓഫ് പ്ലസ് ക്യൂ ആണ് വലുത് അല്ലേ? ഡയറക്ഷൻ ഇസ് വ്യത്യാസമുണ്ട്. സോ ഇ ഓഫ് പ്ലസ് ക്യൂ മൈനസ് ഓഫ് ഇ ഓഫ് മൈനസ് ക്യൂ എന്ന് നമുക്ക് എഴുതേണ്ടി വരും. വേണ്ടേ? റെഡി? ഇനി ഒന്നുമില്ല, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇ ഓഫ് പ്ലസ് ക്യൂ എന്താ വരിക? കെ ക്യൂ ഡിവൈഡഡ് ബൈ R മൈനസ് എ ദി ഹോൾ സ്ക്വയർ മൈനസ് കെ ക്യൂ ഡിവൈഡഡ് ബൈ R പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ക്ലിയർ? ഓക്കെ, ഇനി നമുക്കിതിനെ ചെയ്യാം. ദാറ്റ് ഈസ് കെ ക്യൂവിനെ ഞാൻ പുറത്തെടുക്കുകയാണ്. ബാക്കി എന്താ വരാൻ നോക്കിക്കേ. ഇവിടെ കെ ക്യൂ കോമൺ ആണ്, ഞാൻ പുറത്തെടുത്തു. സോ ബാക്കി എന്താ ഉള്ളത്? 1 ഡിവൈഡഡ് ബൈ R മൈനസ് എ ദി ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ R പ്ലസ് എ ദി ഹോൾ സ്ക്വയർ ആണ് ബാക്കിയുള്ളത്. ക്ലിയർ? ഓക്കെ, ഇനി ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ കെ ക്യൂ പുറത്ത് അതേപോലെ തന്നെയാണ്. നോക്കുക, 1 ഇൻറ്റു R പ്ലസ് എ ദി ഹോൾ സ്ക്വയർ മൈനസ് ഇത് ഇങ്ങോട്ട് ഇടുമ്പോൾ R മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ നോക്കുക, രണ്ടിനും സ്ക്വയർ ഉണ്ടല്ലേ? ഇതേ ഇൻറ്റു ഇതല്ലേ ചെയ്യാം. സോ രണ്ടിനും സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയറിനെ ഞാൻ കോമൺ ആക്കി എടുത്തു. ബാക്കി എന്താ ഉള്ളത്? R മൈനസ് എ ഇൻറ്റു R പ്ലസ് എ എന്ന് എഴുതി. പ്രശ്നമില്ല. ഓക്കെ, ബുദ്ധിമുട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഒന്ന് വലുതാക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെ വലുതാക്കുമ്പോൾ നോക്കുക, ഇതെന്താ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ ഇരിക്കുന്നു മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ പോലെ ഇരിക്കുന്നു. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എന്ത് ചെയ്യാം? അപ്പുറത്ത് എഴുതാം അല്ലേ? അപ്പുറത്തെ പേജിൽ എഴുതാം. നോക്കാം, നോക്കിക്കേ, എന്താ ഉള്ളത് ഇവിടെ? കെ ക്യൂ ഉണ്ട്. അതേ സാധനത്തിന് ഞാൻ ഇപ്പുറത്തേക്ക് എഴുതാം കേട്ടോ. R പ്ലസ് എ സ്ക്വയർ അല്ലേ? R പ്ലസ് എ സ്ക്വയർ മൈനസ് R മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ R പ്ലസ് എ ഇൻറ്റു R മൈനസ് എ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ കെ ക്യൂ ഇൻറ്റു എന്ത് വരും? R സ്ക്വയർ പ്ലസ് 2AR പ്ലസ് എന്ത് വരും? എ സ്ക്വയർ മൈനസ് ഓഫ് ഇവിടെ എന്താ വരിക? R സ്ക്വയർ മൈനസ് 2AR പ്ലസ് എന്ത് വരും? എ സ്ക്വയർ എന്ന് വന്നു. റെഡി? ക്ലിയർ? ഹോൾ ഡിവൈഡഡ് ബൈ ഇനി താഴെയുള്ള ഒരു സംഭവത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നോക്കിക്കോ. R പ്ലസ് എ ഇൻറ്റു R മൈനസ് എ എന്താ മക്കളെ? ദാറ്റ് ഈസ് എ പ്ലസ് എ ഇൻറ്റു എ മൈനസ് ബി അല്ലെ? സോറി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണല്ലേ? ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പോലെയല്ലേ കിടക്കുന്നത്? അപ്പോൾ അതിനെ നമുക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് R സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വെട്ടിക്കളയാൻ പറ്റും. നോക്കിക്കേ, R സ്ക്വയർ മൈനസ് R സ്ക്വയർ അല്ലെ? ഈ മൈനസിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഈ മൈനസിന് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് ആവും, ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും അല്ലേ? ഞാൻ ആ സ്റ്റെപ്പ് എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ R സ്ക്വയറും മൈനസ് R സ്ക്വയറും കട്ടാവും.
ഇനി നോക്കുക 2ARഉം 2ARഉം അവിടെ തന്നെയുണ്ട് അല്ലേ, ഈ മൈനസും മൈനസും പ്ലസ് ആയി. സോ +2AR +2AR. അപ്പോൾ KQ ബാക്കിയുണ്ട്. +2ARഉം +2ARഉം 4AR എന്ന് വരും. ഇനി നോക്കുക +A² -A². അപ്പോൾ ഇതും ഇതും കട്ടായിപ്പോയി. അപ്പോൾ മുകളിൽ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി ഇവിടെ R² -A² എന്ന് വന്നു. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടത്തിന് മാറ്റി എഴുതാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് നോക്കിക്കോ, കെയിനെ ഞാൻ അങ്ങനെ എഴുതി. ഓക്കെ, ഈ 4നെ ഞാൻ 2 × 2 എഴുതി കേട്ടോ. അപ്പോൾ 2 ഞാൻ ഇവിടെ ഇട്ടു. ഇനി നോക്കിക്കോ 2 നോക്കിക്കോ AQ കണ്ടോ, ഈ 4നെ ഞാൻ 2 × 2 എന്നാക്കി. ദെൻ 2AQനെ ഞാൻ ഒരുമിച്ച് എഴുതി, ബാക്കി 6 അവിടെ തന്നെയുണ്ട്. ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഒന്നും കൂടെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, കെയിനെ അങ്ങനെ എഴുതി, ക്യൂവിനെ അങ്ങനെ എഴുതി, 4നെ ഞാൻ 2 × 2 ആക്കി, A × R എഴുതി, ഡിവൈഡഡ് ബൈ R² -A² അതേപോലെ തന്നെ എഴുതി. ഇനി നോക്കാം, ദാ ഇവിടെ Q × അല്ലെങ്കിൽ 2AQ, ദാ 2AQ കണ്ടോ, 2AQ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിന് ഞാൻ ഒരുമിച്ച് എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് ബാക്കി എന്താ പറയുക 2K ഉണ്ട്. നോക്കിക്കോ, 2AQ എന്ന് പറയുമ്പോൾ P ആണ്, R ഡിവൈഡഡ് ബൈ R² -A² എന്ന് വന്നു. ഇനി നമ്മൾ ജസ്റ്റ് ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് R എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഇതിനേക്കാൾ. ഓക്കെ, അതായത് ഒന്നുമില്ല മക്കളെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ, ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ എനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ വലുതാണെങ്കിൽ നമുക്ക് A² നെഗ്ലക്ട് ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ A² നെഗ്ലക്റ്റ് ആയിപ്പോയി. അപ്പോൾ ബാക്കി ഇനി എന്താ ഉള്ളത് അല്ലേ, ഈ A² നെഗ്ലക്റ്റ് ആയിപ്പോയി. അപ്പോൾ ബാക്കിയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ആക്സിയൽ എന്ന് പറയുന്നത് എന്താ ഉള്ളത് നോക്കിക്കേ, മുകളിൽ 2KPR ഉണ്ട്, താഴെ നോക്കിക്കേ R², A² പോയി, R²ഉം സ്ക്വയറും R⁴ ഉണ്ട്. ഇനി മുകളിലും ഒരു 6 താഴെ ഒരു 6നെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കി എന്താ ഉള്ളത് 2KP/R³ എന്ന് വന്നു അല്ലേ, 2KP/R³ എന്നാണ് വന്നത്. ഇതിനെ നമ്മൾ ഒന്നും കൂടെ മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, K എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4πε0 ആണ്. ദാറ്റ് ഈസ് 2P/R³ എന്ന് വരും. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്നും കൂടെ നമ്മൾ പറയണം. നോക്കിക്കേ, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് മക്കളെ, നോക്കാം. ഇതിൻ്റെ നെറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് അല്ലേ, ഇങ്ങോട്ടേക്കാണ്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ -to പ്ലസ് ആണ് അല്ലേ. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൈനസിൽ നിന്ന് പ്ലസിലേക്ക്. അപ്പം മൈനസ് അല്ലെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷൻ ആണ് അല്ലേ. നമുക്കറിയാം ഡൈപോൾ മൊമെന്റിന്റെ സെയിം ഡയറക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ എങ്ങനെ എഴുതാം, അലോങ് ദ ഡയറക്ഷൻ ഓഫ് P, അലോങ് Pന്റെ അതേ ഡയറക്ഷനിലാണെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് കിട്ടി, ഈ ആക്സിയൽ എന്ന് പറയുന്നത് അല്ലേ, ഈ ആക്സിയൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 1/4πε0 2P/R³ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ മക്കളെ, എല്ലാ എക്സാമിനും ചോദിക്കാറുള്ള ഒരു ഡെറിവേഷൻ ആണ്. അപ്പോൾ ഇത് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. റെഡി? ഓക്കെ, അപ്പോൾ ഇത് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ആൻഡ് ഇക്വറ്റോറിയലിൻ്റെ ഡെറിവേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഇതേപോലെ അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.